നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളത്തിന്റെ പ്രാർത്ഥന CBI കേട്ടു. നവീൻ ബാബുവിന്റെ കൊലപാതക കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ CBI അറിയിച്ചിരിക്കുന്നു. CBI അന്വേഷണം സർക്കാർ എതിർക്കുന്നതിനിടയിലാണ് CBIയുടെ നാടകീയ നീക്കം. ഇന്ന് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ CBI അന്വേഷണം എതിർത്തുകൊണ്ട് സർക്കാർ രംഗത്തെത്തി. തുടർന്ന് ഹൈക്കോടതി CBIയോട് നിലപാട് ചോദിച്ചു. ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ CBI രണ്ടാമതൊന്നും ആലോചിച്ചില്ല. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് CBI കേരളത്തിൻ്റെ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ പോലീസ് അന്വേഷണം തികച്ചും പ്രഹസനമാണ് എന്ന മഞ്ജുഷയുടെ ഹർജിയാണ് കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. നിർണായകമായ ദിവസങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയത്. നവീൻ ബാബുവിൻ്റെ കൊലപാതക കേസ് അട്ടിമറിക്കാൻ ഒരു ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. പ്രഹസനമായി രൂപീകരിച്ച പോലീസ് അന്വേഷണ സംഘം നോക്കുകുത്തികളായി നിൽക്കുന്നു. തെളിവുകൾ നശിപ്പിക്കുകയോ തെളിവുകൾ അട്ടിമറിക്കുകയോ ആയിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ നീക്കങ്ങൾ. തുടർന്ന് ഗത്യന്തരമില്ലാതെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിന് തൊട്ടുമുൻപ് ഇക്കഴിഞ്ഞ നവംബർ 16 കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവരൊരു ഹർജി നൽകിയിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിസ്സഹായയായ ആ സ്ത്രീ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. നവീൻ ബാബു കൊല്ലപ്പെട്ട ആ വൈകുന്നേരത്തെ CCTV ദൃശ്യങ്ങൾ, പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ മൊബൈൽ രേഖകൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കോടതിയെ സമീപിച്ചത്. തുടർന്നവർ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘം വെറും പ്രഹസനമാണെന്നും ഈ കേസ് അട്ടിമറിക്കുമെന്നും അവർ ഹൈക്കോടതിയോട് പറഞ്ഞു. തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ. ഈ കേസിൽ സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കേരള സർക്കാർ നിലപാടിൽ പരുങ്ങുന്ന കാഴ്ച ആദ്യം നമ്മൾ കണ്ടു. CPM പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചു, നവീൻ ബാബുവിൻ്റെ ഈ ദുരൂഹ മരണം അന്വേഷിക്കാൻ CBI എത്തേണ്ടതില്ല. കൂട്ടിലടച്ച തത്തയെന്ന് പറഞ്ഞ് CBIയെ പരിഹസിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. MV ഗോവിന്ദന്റെ ഇതേ വാക്കുകൾ പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. ഹൈക്കോടതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കും എന്ന വാർത്തകൾ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി. നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തൃപ്തികരമാണെന്നും ഹൈക്കോടതിക്ക് മുൻപാകെ സർക്കാർ വാദിച്ചു. എന്നാൽ ശക്തമായ ചോദ്യങ്ങളോടെ ഹൈക്കോടതി സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ സുതാര്യമായിരുന്നോ എന്ന കോടതിയുടെ ചോദ്യം. പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റ് നടപടികളിലും ബാഹ്യമായി നവീൻ ബാബുവിൻ്റെ ദേഹത്തിൽ എന്തെങ്കിലും പരിക്കുകളുണ്ടായിരുന്നോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞു. എന്നാൽ പുറമേക്ക് പരിക്കുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റ് നടപടികളിലുമൊക്കെ അട്ടിമറി നടന്നോ എന്ന സംശയമാണ് ഹൈക്കോടതിയുടെ ഈ ചോദ്യത്തിൽ ഉയർന്നു നിൽക്കുന്നത്. എന്നാൽ മഞ്ജുഷയും മറ്റ് കുടുംബാംഗങ്ങളും എത്തുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളുമൊക്കെ നടത്തിയത് വഴി എന്തെങ്കിലും അട്ടിമറി നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുറമേക്ക് പരിക്കുകളൊന്നുമില്ല എങ്കിലും ആന്തരിക പരിക്കുകളുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. തികച്ചും നാടകീയമായ സംഭവ വികാസങ്ങളായിരുന്നു അന്ന് സംഭവിച്ചത്. തിരക്കിട്ട് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവുമൊക്കെ പൂർത്തിയാക്കി നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി പത്തനംതിട്ടയിലേക്ക് കുതിച്ചവരിൽ ജില്ലാ കളക്ടർ പോലുമുണ്ടായിരുന്നു. പാർട്ടി നേതാക്കളും അന്ന് പ്രതികൾ എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടവരുമൊക്കെ ഈ നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി പത്തനംതിട്ടയിലേക്ക് പാഞ്ഞു വന്നു. പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾ അടക്കം വലയം നിന്ന് പെട്ടെന്ന് തന്നെ സംസ്കാര നടപടികൾ പൂർത്തിയാക്കി. പിന്നീട് അടിമുടി ദുരൂഹമായിരുന്നു പോലീസ് നടത്തിയ ഓരോ അന്വേഷണ നീക്കങ്ങളും. നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളോട് പോലും വിശദമായ മൊഴിയെടുപ്പിന് പോലീസ് അന്വേഷണ സംഘം ശ്രമിച്ചില്ല. കളക്ടറെയും പ്രശാന്തനെയും അടക്കം പ്രതിപ്പട്ടികയിൽ ഉറപ്പായും ചേർക്കേണ്ടവരെയൊക്കെ പൂർണ്ണമായി വിട്ടുകളഞ്ഞ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ കണ്ണികളെയും അവർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു. എന്തിന് CCTV ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ പോലീസ് ശേഖരിച്ചില്ല.
എല്ലാം കോടതിക്ക് മുൻപാകെ ഇപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങളായി ഉയർന്നു വരുന്നു. ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് CBI ഉറപ്പിച്ചു പറയുന്നതോടെ നവീൻ ബാബു കൊലപാതക കേസിൽ മറ്റൊരു തലം ഇപ്പോൾ നമുക്ക് മുന്നിൽ പ്രതീക്ഷയുടെ പുതിയ മാനം വിരിയുകയാണ്. ഈ കേസിൽ ഈ വരുന്ന 12-ാം തീയതി വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ വാദപ്രതിവാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. സർക്കാരിൻ്റെ തിരുട്ടുവാദങ്ങൾ കോടതിയിൽ വിലപ്പോകില്ല എന്ന് കേരള സമൂഹ മനസ്സാക്ഷി വിലയിരുത്തിയ ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. CBI നെഞ്ചുറപ്പോടെ അന്വേഷണത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ പറയുമ്പോൾ ചൂളിപ്പോകുന്ന ഒരു സംസ്ഥാന ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത്. ഒരു നിരപരാധിയായ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കാൻ ഭയപ്പെടുന്ന സർക്കാരും പാർട്ടിയുമൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരടയാളമായി മാറുന്നു. ഇത് മഞ്ജുഷ എന്ന ധീരവനിതയുടെ ഒറ്റയാൾ പോരാട്ടമാണ്. നിസ്സഹായ അവസ്ഥയിലും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ തഹസിൽദാർ ഉദ്യോഗം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിന് മുന്നിൽ ആ കസേര വലിച്ചെറിഞ്ഞ് ജില്ലാ കളക്ട്രേറ്റിലെ ഒരു സൂപ്രണ്ടിൻ്റെ കസേരയിലേക്ക് കയറിയിരുന്ന് ആ പോരാട്ടം തുടരുന്നു. ഒപ്പമുണ്ട് എന്ന് പാർട്ടിയും സർക്കാരുമൊക്കെ പ്രഖ്യാപിച്ച് അവരെ കബളിപ്പിച്ച് ഒടുവിൽ നിയമത്തിൽ കുരുക്കി നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ നെഞ്ചുറപ്പോടെ മഞ്ജുഷ രംഗത്ത് വന്നു. ധീരമായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള അവരുടെ പോരാട്ടത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കേരളം. പൊതുസമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും പ്രതിഷേധങ്ങളും ഈ കേസിലെ ഓരോ വസ്തുതകളുടെ നേർരേഖയുമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ ശക്തമായി കേസിൽ ഇടപെട്ടിരിക്കുന്നത്. ഇത് നീതിയുടെ പ്രതീക്ഷയുടെ പൊൻകിരണമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച ആദ്യ റിപ്പോർട്ട് വിശദമായി മലയാളി വാർത്ത നൽകിയപ്പോൾ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് അക്കമിട്ട് ഞങ്ങൾ നിരത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിൻ്റെ മാധ്യമ സമൂഹം സംശയങ്ങൾ ഉയർത്തിയത്. കൃത്യമായിരുന്നു ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഓരോ സംശയങ്ങളും. ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തുന്ന അതേ ചോദ്യങ്ങൾ അന്ന് മലയാളി വാർത്ത കേരള സമൂഹ മനസ്സാക്ഷിയുടെ മുന്നിൽ നിരത്തിയിരുന്നു. സർക്കാർ നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി CBIയുടെ അന്വേഷണം സ്വാഗതം ചെയ്യും എന്ന അവസാന സൂചനകൾ പുറത്തു വരുന്നു. ഇനി ദിവസങ്ങൾ മാത്രം. ഡിസംബർ 12-ാം തീയതി നടത്തുന്ന ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതിയുടെ വിധി അന്തിമമായിരിക്കും. നവീൻ ബാബു കൊലക്കേസ് CBI അന്വേഷിക്കും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.